തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ അനുമതി തേടി അദാനി കമ്പനി കത്ത് നൽകി. മുഖ്യമന്ത്രിയുടെ ഓഫീസിനും വിസിൽ എംഡിക്കുമാണ് കത്ത് നൽകിയത്. തുറമുഖം നടത്തിപ്പ് ചുമതല വഹിക്കുന്ന അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോണിന്റെ 49% ഓഹരികൾ സ്വിറ്റ്സർലൻഡ് കപ്പൽ കമ്പനിയായ MSCക്ക് കൈമാറാൻ തീരുമാനിച്ചുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ഇതിന് വേണ്ട അനുമതി ആവശ്യപ്പെട്ട് കമ്പനി ഇതുവരെ സർക്കാരിനെ സമീപിച്ചിരുന്നില്ല. തുടർന്നാണ് അദാനി കമ്പനി കത്തു നൽകിയത്. സർക്കാരിന്റെ മുൻകൂർ അനുമതി ഇല്ലാതെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യാനാവില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു. അദാനിയുമായുള്ള കരാറിലെ 5(3) ചട്ടപ്രകാരം സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ഉടമസ്ഥാവകാശം മാറ്റാനാവില്ല. കമ്പനി ആക്ട് പ്രകാരം 25% ഓഹരി കൈമാറിയാൽ ഉടമസ്ഥാവകാശം മാറും. രാജ്യസുരക്ഷയും പൊതുതാൽപര്യവുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാന മേഖലയാണ് തുറമുഖം. അതിനാൽ കേന്ദ്ര ആഭ്യന്തര ഷിപ്പിംഗ് മന്ത്രാലയങ്ങളുടെ അനുമതിയും വേണ്ടിവരും. മത്സരക്ഷമത ഉറപ്പാക്കൽ, നിക്ഷേപം ആകർഷിക്കൽ, ഭാവി വികസനം, സംസ്ഥാനത്തിന്റെ വരുമാന താൽപര്യം തുടങ്ങിയവയും ഉറപ്പാക്കി ഓഹരി വിൽപ്പനയ്ക്ക് അംഗീകാരം നൽകാനാവും. തുറമുഖത്തെയും അതിനു പുറത്തെയും സൗകര്യങ്ങൾ മറ്റു കമ്പനികൾക്ക് വിവേചനരഹിതമായി ഉപയോഗിക്കാനാവണം. ഏതെങ്കിലും ഒരു കമ്പനിയുടെ കുത്തക പാടില്ല. ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ കമ്പനിയായ MSC നമ്മുടെ തുറമുഖം ഏതെല്ലാം രീതിയിൽ ഉപയോഗിക്കുമെന്ന് പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 18 മാസങ്ങൾക്കുള്ളിൽ വിഴിഞ്ഞം തുറമുഖം കൈകാര്യം ചെയ്തത് 20 ലക്ഷം TEU കണ്ടെയ്നറുകളാണ്. വന്നെടുത്തത് 1000 കപ്പലുകളും. ഇതോടെ ഏറ്റവും വേഗത്തിൽ ഈ നേട്ടം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖമാണ് വിഴിഞ്ഞം. ലോകത്തിന് ആവശ്യമായ ഇന്ധനം ഉൾപ്പെടെയുള്ള ചരക്ക് നീക്കത്തിന്റെ 90% നടക്കുന്നത് ഷിപ്പിംഗ് മേഖലയിലൂടെയാണ്. വലിയ സമ്പന്നർ ഏറ്റവും കൂടുതൽ മുതൽ മുടക്കുന്നതും ഈ മേഖലയിലാണ്. ഭാവിയുടെ കൂറ്റൻ തുറമുഖമായാണ് വിഴിഞ്ഞം അതിവേഗം പരിണമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ സാധ്യതകൾ തിരിച്ചറിഞ്ഞതിനാലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളിലൊന്നായ MSC 13,270 കോടി വിദേശ നിക്ഷേപവുമായി വിഴിഞ്ഞം തുറമുഖത്തിന്റെ വികസനത്തിന് അദാനി കമ്പനിയുമായി കൈകോർക്കുന്നത്. അദാനി പോർട്സിന് കീഴിലെ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 49% ഓഹരികളാണ് യൂറോപ്യൻ ഷിപ്പിംഗ് ഭീമനായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി സ്വന്തമാക്കുന്നത്. മുംബൈയിലും ഗുജറാത്തിലുമൊക്കെ വമ്പൻ തുറമുഖങ്ങൾ ഉണ്ടെങ്കിലും ഇന്ത്യൻ തുറമുഖ മേഖലയിൽ ഇത്ര വലിയൊരു വിദേശ നിക്ഷേപം ഇതുവരെ നടന്നിട്ടില്ല. കേരളത്തിലെ ഒറ്റത്തവണയായി എത്തുന്ന ഏറ്റവും വലിയ വിദേശ നിക്ഷേപവും MSC എന്ന കമ്പനി ദൂരെ നിന്നല്ല വിഴിഞ്ഞത്തിന്റെ സാധ്യത മനസ്സിലാക്കിയത്. വിഴിഞ്ഞം തുറമുഖത്ത് ഏറ്റവും അധികം ചരക്ക് നീക്കം നടത്തിവരുന്ന കമ്പനി കൂടിയാണിത്. നിലവിൽ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലെ തുറമുഖങ്ങൾ വഴിയാണ് MSC കമ്പനി കൂടുതലും ചരക്ക് നീക്കം നടത്തുന്നത്. ഈ ഓഹരി നിക്ഷേപത്തോടെ അവരുടെ ചരക്ക് നീക്കത്തിന്റെ സിംഹഭാഗവും ഇനി വിഴിഞ്ഞം വഴിയാകുമെന്ന് ഉറപ്പായും പ്രതീക്ഷിക്കാം. സ്വാഭാവിക ആഴമുള്ള തുറമുഖം എന്നതിനപ്പുറം വിഴിഞ്ഞം ലോക ഷിപ്പിംഗ് വ്യാപാരത്തിന്റെ പ്രിയ ഇടമായി മാറുന്നത് ഇത്രയും സമാധാനമുള്ള സംഘർഷ മേഖലയില്ലാത്ത ഒരു തുറമുഖം പശ്ചിമേഷ്യൻ മേഖലയിൽ മറ്റൊന്നില്ല എന്നതുകൊണ്ടാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധത്തിന് മുമ്പ് വരെ ദുബായ് പോർട്ട് ഏറ്റവും സമാധാനമുള്ള പോർട്ടായിരുന്നു. ഇന്ന് അതല്ല സ്ഥിതി. ശ്രീലങ്കയിലെ തുറമുഖത്ത് തൽക്കാലം പ്രശ്നമൊന്നുമില്ലെങ്കിലും ഇന്ത്യയെപ്പോലെ സുസ്ഥിരമായ ഒരു ഭരണമുള്ള രാജ്യമല്ല ശ്രീലങ്ക. സംഘർഷവും ബിസിനസ്സും ഒരിക്കലും ഒന്നിച്ചു പോകില്ല. അതിനാൽ വിഴിഞ്ഞത്തിന്റെ ബിസിനസ് സാധ്യത നാൾക്കുനാൾ കൂടി വരുമെന്നതിൽ സംശയിക്കേണ്ട. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ 2, 3, 4 ഘട്ടങ്ങൾ ഒന്നിച്ചു ചേർത്തുള്ള ബൃഹത്തായ വികസന പദ്ധതിയാണ് നിലവിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത്. യഥാർത്ഥ കരാർ പ്രകാരം 2045 പൂർത്തിയാകേണ്ടിയിരുന്ന ഈ ഘട്ടങ്ങൾ 2028 ഡിസംബറോടെ തന്നെ പൂർണ്ണമായി സജ്ജമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. നിലവിലുള്ള 16 ലക്ഷം TEU കണ്ടെയ്നർ ശേഷിയിൽ നിന്നും ഏകദേശം 3.5 മടങ്ങ് വർദ്ധിപ്പിച്ച് 57 ലക്ഷം TEU ആയി ഉയർത്തും. നിലവിലെ 800 മീറ്റർ നീളമുള്ള കണ്ടെയ്നർ ബെർത്ത് 2000 മീറ്ററായി നീട്ടും. ഇതോടെ ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കണ്ടെയ്നർ ബെർത്തായി ഇത് മാറും. ഒരേ സമയം ലോകത്തിലെ ഏറ്റവും വലിയ 5 മദർഷിപ്പുകൾക്ക് വരെ ഇവിടെ ചരക്കിറക്കാൻ സാധിക്കും. കടൽക്ഷോഭത്തിൽ നിന്ന് കപ്പലുകളെ സംരക്ഷിക്കുന്ന പുലിമുട്ടിന്റെ നീളം 2.96 കിലോമീറ്ററിൽ നിന്നും 3.88 കിലോമീറ്ററായി ഉയർത്തും. അത്യാധുനിക ഷിപ്പ് ടു ഷോർ, യാർഡ് ക്രെയിനുകൾ എന്നിവ കൂടുതൽ സ്ഥാപിക്കും. ഭാവിയിൽ അന്താരാഷ്ട്ര കപ്പലുകൾക്ക് ഇന്ധനം നിറയ്ക്കാനുള്ള വലിയൊരു ഇന്ധന സംഭരണശാലയായി വിഴിഞ്ഞത്ത് വികസന പദ്ധതിയുടെ ഭാഗമായി ഒരുങ്ങുന്നുണ്ട്. ചരക്ക് നീക്കം വേഗത്തിലാക്കാൻ ബാലരാമപുരത്തു നിന്നും വിഴിഞ്ഞത്തേക്ക് 10.7 കിലോമീറ്റർ നീളമുള്ള ഭൂഗർഭ റെയിൽ തുരങ്കം നിർമ്മിക്കുന്നുണ്ട്. തുറമുഖ റോഡിനെ ദേശീയപാത 66മായി ബന്ധിപ്പിക്കുന്ന ലാൻഡ് കണക്ടിവിറ്റി ജംഗ്ഷൻ നിർമ്മാണവും പുരോഗമിക്കുകയാണ്. തുറമുഖത്തിന് അനുബന്ധമായി കിൻഫ്ര ഏറ്റെടുക്കുന്ന 50 ഏക്കർ ഭൂമിയിൽ 1000 കോടിയുടെ നിക്ഷേപ പദ്ധതി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചരക്കുകൾ സൂക്ഷിക്കാൻ സെൻട്രൽ വെയർഹൌസിംഗ് കോർപ്പറേഷനുമായി ചേർന്ന് നേമത്തിനും പാറശാലയ്ക്കുമിടയിൽ 200 ഏക്കറോളം സ്ഥലത്ത് വലിയ വെയർഹൌസിംഗ് സൗകര്യം ഒരുക്കും. അന്താരാഷ്ട്ര വിനോദസഞ്ചാര കപ്പലുകളെ ആകർഷിക്കാൻ കസ്റ്റംസ്, ഇമിഗ്രേഷൻ സൗകര്യങ്ങളോട് കൂടിയ ക്രൂയിസ് ടെർമിനലും ടൂറിസം വില്ലേജും വികസിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.